വെൽക്കം ബാക്ക് എവറി വൺ. സോ നമുക്കിന്നൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് കിട്ടിയിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയിൽ. ഓക്കെ, നമുക്ക് എന്തായാലും നോക്കാം എവിടെ നിന്നും അടുത്തുള്ള നെക്സ്റ്റ് 2 ക്യാൻഡിൽസ് അതിൻ്റെ മൂവ്മെൻറ്റ്സ് ഏത് സൈഡിലേക്കാണ് നമുക്ക് നോക്കാം. അതിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമായിരിക്കും നമ്മൾ ഇന്നത്തെ എൻട്രി എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും 57,500 എന്ന് പറയുന്ന ഒരു റെസിസ്റ്റൻസ് ലെവലാണ്. ഓക്കെ, ഒരു ആവറേജ് ലെവലാണ്. അതിന് താഴെയാണ് ട്രേഡ് ചെയ്ത് നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യണം. അതിന് താഴെ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത 2 ക്യാൻഡിലൂടെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം മാത്രം നമുക്ക് പ്രോപ്പർ എൻട്രി ആൻഡ് എക്സിറ്റ് നമുക്ക് പ്ലാൻ ചെയ്യാം. ദെൻ ഓക്കെ, ഇപ്പോൾ ഓൾമോസ്റ്റ് ഈ ഒരു ക്യാൻഡിലിൻ്റെ ക്ലോസിങ്ങിന് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഓക്കെ, കാരണം നമുക്ക് 57,500 എന്ന് പറയുന്ന ഒരു നിർണായകമായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ലെവലാണ്. അതിന് താഴായതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഫോൾ ആയിരുന്നു, സെല്ലിംഗ് പൊസിഷനിലായിരുന്നു. ദെൻ മുകളിലുള്ള സെല്ലറും കുറച്ച് സ്ട്രോങ് ആണ്, ഇതിന് താഴെയുള്ള ബയറും കുറച്ച് സ്ട്രോങ് ആണ്. ദെൻ ഇവിടെ നിന്ന് കുറച്ചുകൂടി ബൗൺസ് ബാക്ക് ആയിട്ട് വരുമോ എന്നുള്ളതെല്ലാം തന്നെ നമുക്ക് ക്യാൻഡിൽസിൻ്റെ ഫോം അങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കി ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം, കാരണം ഇങ്ങനെ ഒരു റെഡ് ക്യാൻഡിൽസ് കാണാൻ നേരത്തെ പൊതുവെ ആരായിരിക്കും എൻട്രി ആകുന്നത്? സാധാരണ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും എൻട്രി ആയിരിക്കുന്നത്, റീറ്റെയിൽ സെല്ലേഴ്സ്. അത് നമ്മളെ പോലുള്ള ആൾക്കാർ എൻട്രി ഇടുന്നത്. അപ്പോൾ നമുക്കവിടെ കുറച്ചുകൂടി ഡിഫറൻ്റ് ആയിട്ട് തിങ്ക് ചെയ്യണം. ദെൻ ഓൾമോസ്റ്റ് നമ്മുടെ എൻട്രി പോയിൻ്റ് ആയിട്ടുണ്ട്. നമുക്ക് അപ്പ് സൈഡിലേക്കാണ് എൻട്രി പ്ലാൻ ചെയ്യുന്നത്. കാരണം ഡൗൺ സൈഡിലേക്ക് സ്റ്റോപ്പിൽ അവൈലബിൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഞാൻ കരുതുന്നില്ല, കാരണം റീറ്റെയിൽ സെല്ലേഴ്സിൻ്റെ ഓപ്പോസിറ്റാണ് നമുക്ക് ട്രേഡ് ചെയ്യേണ്ടത്. ദെൻ നമ്മുടെ എൻട്രി ആയിട്ടുണ്ട്. ഇവിടെ നിന്നും നമുക്ക് ഇതിനുള്ള എൻട്രിക്കുള്ള റീസൺസ് ഓക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ കുറച്ച് മനസ്സിലാവും. ഇവിടുന്ന് ആദ്യം നമ്മുടെ 1:180 പോയിൻറ്റ്സ് അപ്പ് സൈഡും അതുപോലെ 120 പോയിൻറ്റ്സ് ഡൗൺ സൈഡിലേക്ക്. ഓക്കെ, 1:1.5 നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് വാട്ട് എവർ ഇറ്റ് ഈസ് നമുക്ക് ടാർഗറ്റിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. ദെൻ നമ്മൾ റീസൺസ് എന്ന് പറയുന്നത് ഒന്ന് സ്റ്റോപ്പ് ലോസ് നമുക്ക് മുകളിൽ അവൈലബിൾ ആണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റീസൺ. 57,500 മുകളിൽ 57,500 മുകളിൽ സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആണ് എന്നുള്ളതാണ് നമ്മളുടെ പ്രഡിക്ഷൻ. ഓക്കെ, ആണ് മാർക്കറ്റ് കുറച്ചെങ്കിലും അപ്സൈഡിൽ മൂവ് ചെയ്യും. അതാണ് നമ്മുടെ ടാർഗറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ദെൻ അതുപോലെ നിഫ്റ്റിയിലും ഓക്കെ, ആദ്യം സെല്ലിംഗ് കാണിച്ചു, ഇവിടെ നിന്നും അപ്സൈഡിലേക്ക് ഇവിടെ എല്ലാം സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആണ്. ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാൻ വേണ്ടി അപ്സൈഡിലേക്ക് എന്തായാലും സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആണ്. ഓക്കെ, അതിന് മുകളിലേക്ക് എന്തായാലും മാർക്കറ്റ് മൂവ് ചെയ്യും, ക്ലോസിംഗ് പ്രൈസിന് മുകളിൽ മാർക്കറ്റ് മൂവ് ചെയ്യും എന്നുള്ളതാണ് നമ്മളുടെ പ്ലാൻ. ദെൻ ഓക്കെ, സോ ഞാൻ പ്രീവിയസ് വീഡിയോസ് എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമുക്കെപ്പോഴും ചെയ്യേണ്ടത് റീറ്റെയിൽ സാധാരണ ആളുകൾ എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റാണ് എപ്പോഴും ട്രേഡ് ചെയ്യാൻ നമുക്ക് ശ്രമിക്കേണ്ടത്. ഓക്കെ, കാരണം നമുക്കെപ്പോഴും കൂടെ നിൽക്കേണ്ടത് ബിഗ് പ്ലെയേഴ്സ് ആരാണോ അവരോടൊപ്പമാണ് നമുക്ക് ട്രേഡ് ചെയ്യേണ്ടത്. നമുക്ക് ഒരിക്കലും സാധാരണ അല്ലെങ്കിൽ ചെറിയൊരു നമുക്ക് പ്ലെയറിൻ്റെ കൂടെ നിന്ന് നമുക്ക് കാര്യമില്ല. നമുക്കെപ്പോഴും ഏറ്റവും വലിയ ബിഗ് പ്ലെയറാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, അയാളുടെ കൂടെ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് സാധിക്കുകയുള്ളൂ. കാരണം നമുക്ക് ഒരാളുടെ ലോസാണ് മറ്റൊരു പ്രോഫിറ്റായിട്ട് കിട്ടുന്നത്, മറ്റൊരാളുടെ സ്റ്റോപ്പ് ലോസ് നമുക്കിവിടെ പ്രോഫിറ്റ് എടുക്കേണ്ടത്. നമ്മുടെ എപ്പോഴും ടാർഗറ്റ് ആ സ്റ്റോപ്പ് ലോസ് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം, ആ സ്റ്റോപ്പ് ലോസ് നമുക്ക് എങ്ങനെ ഹണ്ട് ചെയ്യാൻ പറ്റും, അതായിരിക്കും നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ദെൻ നമ്മുടെ സൈഡിലേക്ക് തന്നെ മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് കുറച്ചധികം നേരം മാർക്കറ്റ് കൺസോലേഷൻ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും, ഇത്ര നേരം നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കണമെങ്കിൽ അഫ്കോഴ്സ് ആയിട്ട് നമുക്ക് അതിൻ്റെ പേഷ്യൻസ് ഉണ്ടാവണം. പലതവണ പ്രോഫിറ്റ് പകുതി വരെ കാണിച്ചു, നല്ല മൂവ്മെൻറ്റ്സ് കാണിച്ചു, എന്നിട്ടും നമ്മൾ വീണ്ടും വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ അഫ്കോഴ്സ് നമുക്ക് അതിൻ്റെ ഒരു പേഷ്യൻസ് ഉണ്ട്. നമുക്ക് ടാർഗറ്റിനുള്ള വെയിറ്റ് ചെയ്യുകയാണ്. വാട്ട് എവർ ഇറ്റ് ഈസ് നമ്മുടെ ടാർഗറ്റോ സ്റ്റോപ്പ് സെറ്റ് ആയി തന്നെ നമ്മുടെ സ്ട്രാറ്റജി നമ്മൾ മാറാൻ പോകുന്നില്ല. ദെൻ 57,500 മുകളിൽ വന്നിട്ടുണ്ട്. ഇനി ക്ലോസിംഗ് പ്രൈസ് കൂടി ക്രോസ് ഓവർ ചെയ്യണം. അതിനുശേഷം മുകളിലേക്ക് നമ്മുടെ ടാർഗറ്റിലേക്ക് ഉറപ്പായിട്ട് മൂവ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം പ്രീമിയം നമുക്ക് ഓൾമോസ്റ്റ് നമുക്ക് ഫേവറബിൾ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് സ്ട്രാറ്റജി ഉണ്ടാവണം, എങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ നിന്നൊരു എൻട്രി എടുക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം സാധാരണ ആളുകളിൽ തന്നെ മാർക്കറ്റ് ഇത്ര മൂവ്മെൻ്റ് ആയി ഒരു നെക്സ്റ്റ് റെഡ് ക്യാൻഡിൽ കാണാൻ നമുക്ക് എക്സിറ്റ് ആവാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ നമുക്ക് എപ്പോഴും ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടാർഗറ്റിന് വേണ്ടി പ്രോപ്പറായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ സിസ്റ്റം മേ ഫെയിൽ. ഇന്നലെ നമുക്ക് ഇന്നലെ ഉണ്ടായത് നമ്മളുടെ സ്റ്റോപ്പ് ലോസാണ് ഹിറ്റായത്. ഓക്കെ, നമുക്ക് ലോസ് ആയിരുന്നു വന്നിരുന്നത്. ബട്ട് എന്ത് സംഭവിച്ചാലും നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ ആ ഒരു ടാർഗറ്റിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസിൽ വെയിറ്റ് ചെയ്യുക. സ്റ്റോപ്പ് ലോസ് ഹിറ്റായെന്ന് കരുതിക്കൊണ്ട് നമ്മളൊന്നും ഒരിക്കലും സ്ട്രാറ്റജി മാറ്റാൻ പോകുന്നില്ല, നമ്മളുടെ റിസ്ക് റിവാർഡ് റേഷ്യോ മാറ്റാൻ പോകുന്നില്ല. എങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് സർവ് ചെയ്യാൻ പറ്റുകയുള്ളൂ.
അതല്ലെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും നമുക്ക് നമ്മൾ ഇന്നലെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി, ഇന്ന് സ്ട്രാറ്റജി മാറ്റുന്നു, അപ്പോൾ നമുക്ക് അത് ഹിറ്റായി, നാളെ അടുത്ത സ്ട്രാറ്റജി ട്രൈ ചെയ്യുന്നു. ഇതൊരിക്കലും പ്രത്യേകിച്ച് ട്രേഡിങ്ങിൽ വർക്കൗട്ട് ആവുന്ന ഒരു സിസ്റ്റം അല്ല. പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഇത്രയും നീഷയായിട്ടുള്ള നമ്മൾ ഓപ്ഷൻ ബൈയിങ് ആണ് ചെയ്യുന്നത്. അതിൽ തന്നെ ഏറ്റവും ബാങ്ക് നിഫ്റ്റിയാണ് ചെയ്യുന്നത്. അത്ര നമ്മൾ നീഷായിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്ട്രോങ് ആയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് പ്രോപ്പറായിട്ട് സ്ട്രാറ്റജി വേണം, പിന്നെ പ്രോപ്പറായിട്ട് നമ്മുടെ ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ വേണം, പിന്നെ അത് ഫോളോ അപ്പ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. നമ്മുടെ എൻട്രി എന്താണ് കാരണം, ആ റീസൺ ഉറപ്പായിട്ട് നമുക്ക് മനസ്സിലായിരിക്കണം. അപ്പം വെറുതെ ഒരു സാധാരണയുള്ള എല്ലാവരും പറയുന്ന പോലെ വെറുതെ ഒരു റീസൺ പറയാനല്ല, നമുക്ക് പ്രോപ്പറായിട്ട് എൻട്രിക്കുള്ള റീസൺ, സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആണോ, ഇല്ല ഇന്ന പ്രൈസിന് താഴെയാണോ എന്നുള്ള ഒരു സ്പേസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിരിക്കണം. ദെൻ ഓൾമോസ്റ്റ് സ്ട്രൈക്ക് പ്രൈസ് ആയില്ലെങ്കിൽ പോലും നമ്മുടെ പ്രീമിയം നമുക്ക് മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ നമുക്കിവിടെ എന്തായാലും പ്രീമിയം ആയതുകൊണ്ട് എക്സിറ്റ് ആകും. കാരണം യെസ്റ്റർഡേ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിരുന്നു. നമ്മളിന്ന് അധികം റിസ്ക് എടുക്കാൻ വേണ്ടി അധികം നേരം വെയിറ്റ് ചെയ്യാൻ നമ്മൾ വില്ലിങ് അല്ല. നമ്മളുടെ ടാർഗറ്റ് എപ്പോൾ ഹിറ്റ് ആകുന്നു, 90 പോയിൻറ്റ്സ് എപ്പോൾ ആകുന്നു, ആ സ്പോട്ടിൽ തന്നെ നമ്മൾ എക്സിറ്റ് ആകണം. ദെൻ നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കിവിടെ സ്റ്റോപ്പ് ലോസ് എടുക്കാം, ടാർഗറ്റ് എടുക്കാം. ദെൻ നമ്മളുടെ ടാർഗറ്റ് ഹിറ്റായി. ഇനി റീസൺസ് എന്ന് പറയുന്നത് ഒന്ന് നോ സ്റ്റോപ്പ് ലോസ് ഓൺ ഡൗൺ സൈഡിലേക്ക് ഒന്നാമത്തെ റീസൺ നോ സ്റ്റോപ്പ് ലോസ് ഓൺ ഡൗൺ സൈഡിലേക്ക് നമുക്ക് സ്റ്റോപ്പ് ലോസ് അവൈലബിൾ അല്ല. ഓക്കെ, കാരണം അത് നോക്കിയാൽ മനസ്സിലാവും. ഇതിന് താഴേക്ക് സ്റ്റോപ്പ് ലോസ് നിഫ്റ്റിയിൽ നോക്കിയാലും നമുക്ക് അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്, സ്റ്റോപ്പ് ലോസ് അവൈലബിൾ അല്ല. പിന്നെ റീസൺ 2 എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഒന്ന് താഴെയുള്ള ബയ്യർ, ഓക്കെ, സ്ട്രോങ് ബയ്യറാണ് നമുക്ക് ഡൗൺ സൈഡിലുള്ളത്. ഓക്കെ, നമുക്ക് ഒന്ന് പ്രീവിയസ് ചാർട്ട് നോക്കി മനസ്സിലാവും. നമുക്ക് പ്രീവിയസ് ചാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അപ്പോൾ എന്തായാലും മാർക്കറ്റ് ഫോളോ ആകുമെന്നൊരു സെക്കൻഡറി ആണ്. പക്ഷേ ഇവിടെ നിന്നൊരു ബൗൺസ് ബാക്ക് ഉറപ്പായിട്ടും ഉണ്ടാകും. കാരണം റീസെൻ്റ്ലി എൻ്റർ ആയിരിക്കുന്ന റിറ്റെയിൽ സെല്ലേഴ്സിനെ സ്റ്റോപ്പ് എടുക്കാൻ വേണ്ടിയെങ്കിൽ മാർക്കറ്റ് ഡൗൺ സൈഡിൽ മൂവ് ആവും. തേർഡ് പോയിൻ്റ് എന്ന് പറയുന്നത് ഒന്ന് നോക്കാം. 57,500 57,500 താഴെ ട്രേഡ് ചെയ്യുന്നു, 57,500 താഴെ ട്രേഡ് ചെയ്യുന്നു. സോ ഉറപ്പായിട്ടും റിറ്റെയിൽ സെല്ലേഴ്സോടെ ആക്റ്റീവ് ആകും, ചെറിയ പ്ലെയേഴ്സോടെ ആക്റ്റീവ് ആകും റിറ്റെയിൽ സെല്ലേഴ്സ്. then ഇത് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും റിറ്റെയിൽ സെല്ലേഴ്സിന് ആക്റ്റീവ് ആകുന്നു അവിടെ. അപ്പോൾ മുകളിൽ നമുക്ക് ക്ലോസിംഗ് പ്രൈസ് അവൈലബിൾ ആണ്. ഓക്കെ, ഇതെല്ലാം ഒരു പ്രധാന റീസണാണ്. ക്ലോസിംഗ് പ്രൈസിന് താഴെ, ക്ലോസിംഗ് പ്രൈസ് 57,500 താഴെ. സോ ഇതെല്ലാം കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും ഏതൊരു വസ്തുവും വീഴാൻ നേരത്തെ പരമാവധി ആൾക്കാർ അതിൻ്റെ കൂടെ വിൽക്കാൻ ശ്രമിക്കും. ഏറ്റവും നമ്മളുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും റേറ്റ് കുറഞ്ഞ് നിൽക്കുന്ന നമുക്ക് നമ്മൾ മേടിക്കാൻ പറ്റണം. നമുക്ക് ഇവിടെ എല്ലാം സ്റ്റോപ്പ് അവൈലബിൾ ആണ്. അപ്പ് സൈഡ് നോക്കി മനസ്സിലാവും. അപ്പ് സൈഡ് മൊത്തവും നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡിലേക്ക് മുഴുവൻ നമുക്ക് സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആണ്. അപ്പ് സൈഡിലേക്ക് നമുക്ക് സ്റ്റോപ്പ് ലോസ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എപ്പോഴും ഫോൾ ചെയ്യുന്ന മാർക്കറ്റിൽ നമുക്ക് ബൈ ചെയ്യാനുള്ള ഗഡ്സ് ഉണ്ടാവണം. അതുപോലെ കയറി പോകുന്ന മാർക്കറ്റിൽ നമുക്ക് സെല് ചെയ്യാനുള്ള ഇതും ഉണ്ടാവണം. ഇവിടെ എല്ലാം സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആണ്. ഓക്കെ, അതാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. Then that's it for the day. So once again, thanks for watching my video. Take care. Bye bye.